പരിശുദ്ധമായ പരിപാവനമായ റമദാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അതായത് റമദാനിൻ്റെ 19ാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 20ാമത്തെ രാവാണ്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഞങ്ങളുടെ ക്ലാസ്സുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി നമ്മളെല്ലാവരും ദ്വാരക്കണം. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, നമുക്കൊരു സ്വലാത്ത് പഠിച്ചാലോ? നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്, അറിയാവുന്നവരാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്വലാത്ത്, ഈ സ്വലാത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞാൻ ആരോടും അങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കൂടുതൽ ആരോടും പറയുന്നില്ല. ഗതിയില്ലാതെ വരുമ്പോൾ ദുആ വസിയത്തൊക്കെ ആയിട്ട് ഒരുപാട് പേര് പ്രയാസങ്ങൾ പറയുന്നുണ്ട്. അതല്ലാതെ ഒരുപാട് സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അള്ളാഹുലേക്ക് നമ്മൾ ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് പഠിക്കുന്ന ഈ സ്വലാത്ത് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ദുആ എടുക്കുന്നതെങ്കിൽ മസ്റ്റാണ് നമ്മുടെ ദുആ സ്വീകരിക്കും. അത്രമാത്രം പവറുള്ള ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ദുആ. 2ാമത്തെ 10 അവസാനിച്ച് 3ാമത്തെ റമദാനിൻ്റെ 10ലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ 3ാമത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുന്യവിയും ഉഖറവിയുമായ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ബറക്കത്തും സലാമത്തും എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ദുആ നമ്മൾ പതിവാക്കണം. ഏതാണ് ആ ദുആ? മഹത്തുക്കൾ പഠിപ്പിക്കുന്ന ആ ദുആയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. കൂടാതെ വെള്ളിയാഴ്ച രാവാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഈ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈ സ്വലാത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂലമായ സാക്ഷിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് റമളാനിൻ്റെ 19ാമത്തെ നോമ്പിലാണ്, 19ാമത്തെ ദിനത്തിലാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി 20ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് പരിശുദ്ധമായ പവിത്രമായ റമളാനിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ 3ാമത്തെ വെള്ളിയാഴ്ച പകൽ. മാത്രമല്ല 2ാമത്തെ 10, റമളാനിൻ്റെ 2ാമത്തെ 10 അവസാനത്തെ രാവാണ്. നാളെ 20ാമത്തെ ദിനമാണ്. നാളെ മഗ്‌രിബോടുകൂടി നമ്മൾ 3ാമത്തെ 10ലേക്ക് കടക്കുകയാണ്. അപ്പോൾ 2ാമത്തെ 10 അവസാനത്തെ രാവിലാണ്. റമദാനിലെ 3ആയി തിരിച്ചാൽ ആദ്യത്തെ 10, 2ാമത്തെ 10, 3ാമത്തെ 10. ആദ്യത്തെ 10 കഴിഞ്ഞുപോയി റഹ്മത്തിൻ്റെ 10. 2ാമത്തെ 10ലാണ് നമ്മളുള്ളത്, മഗ്ഫിറത്തിൻ്റെ 10. ആ മഗ്ഫിറത്തിൻ്റെ 10ൻ്റെ അവസാനത്തെ രാവ് നാളെ 21ാമത്തെ രാവാണ്. അതായത് 3ാമത്തെ 10ലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 2ാമത്തെ 10ൻ്റെ അവസാനത്തെ സമയത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അത് ഒരുപാട് കണ്ടധികരിപ്പിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് പറഞ്ഞേ, ആ 2 ദിക്റുകളുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ കടക്കുന്നവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. അതായത് റമളാനിൻ്റെ അവസാനത്തെ 10 അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ, ദിവസമൊന്നും പറയാനില്ല, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പാപങ്ങൾ പൊറുത്തു കിട്ടാൻ ഒരുപാട് വഴികൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഒരുപാട് പറഞ്ഞു, കേട്ടു, മനസ്സിലാക്കി, അമൽ ചെയ്തു അല്ലേ. നിസ്കരിച്ചാൽ നമ്മളെ തെറ്റുകൾ പൊറുക്കും, നോമ്പ് പിടിച്ചാൽ പാപങ്ങൾ പൊറുക്കും, ഹജ്ജ് ചെയ്താൽ പാപം പൊറുക്കും, ഉംറ ചെയ്താൽ, സക്കാത്ത് കൊടുത്താൽ, അതുപോലെ സുന്നത്ത് നിസ്കരിച്ചാൽ, സ്വതക്ക കൊടുത്താൽ, ഖുർആൻ ഓതിയാൽ, നല്ല കാര്യം എന്ത് ചെയ്താലും അതിൻ്റെ പ്രഥമ
പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവൻ, വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം ശ്രേഷ്ഠതയൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്, കേട്ട് നമ്മൾ തഴമ്പിച്ചതാണ്. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട് വ്യാഴാഴ്ച, അല്ലെ? വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ നഖവും മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി ഒതുക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണ്. അതായത് 4 വെള്ളിയാഴ്ചയാണ് നമുക്ക് റമദാനിൽ കിട്ടുക. അതിൽ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണെന്ന്. അടുത്ത വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഹറമുകളിൽ നല്ല തിരക്കായിരിക്കും. ഏറ്റവും വലിയ തിരക്ക് ഹറമുകളിൽ ഈ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഉംറക്കും അതല്ലാത്ത സിയാറത്തിനും അതുപോലെ തന്നെ ഹറമുകളിൽ നിസ്കരിക്കാൻ വേണ്ടി പരിസരത്തുള്ള ആ നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ പരിശുദ്ധമായ ഹറമുകളിൽ ഇനിയും പോകാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച രാവാൻ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. നമ്മളൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട്, ഒരുപാട് ചൊല്ലിയവരാണ്, അല്ലെ? ഇന്നും ഓരോ ദിവസവും നമ്മൾ പല സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. റമളാനിലെ സ്വലാത്തിന് പ്രത്യേകതയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അയാള് നാളെ ആഖിറത്തിൽ വിജയിക്കുന്നത് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വിജയിക്കുക. നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു ഭാഗത്ത്, അതുപോലെ മുത്ത് റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും, അള്ളാഹിൻ്റെ കാരുണ്യവും റസൂലിൻ്റെ ശഫാഅത്തും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അപ്പോൾ ഇത് രണ്ടും കിട്ടാൻ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ, അള്ളാഹിൻ്റെ കരുണ കിട്ടാൻ വേണ്ടി നമ്മൾ റമളാനിൻ്റെ ആദ്യത്തെ 10 പറഞ്ഞു, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടും. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്ന പുണ്യമായ ഒരു സ്വലാത്ത്, ഈ സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കരുണ കിട്ടും, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും മഗ്ഫിറത്ത് കിട്ടും. അതുപോലെ കിട്ടുന്ന മറ്റൊരു കാര്യം എന്താണ്? നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എപ്പോ? ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് ഇത് വല്ലാത്തൊരു സ്വലാത്താണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കും ചൊല്ലുന്നവരുടെ സന്താന പരമ്പരകൾക്കും ചൊല്ലിയ ആളിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവർ അവർക്കും ഇതിൻ്റെ ഗുണം കിട്ടുമെന്നാണ്. ചൊല്ലിയ എനിക്ക് മാത്രമല്ല, എൻ്റെ മകൻ, മകൻ്റെ മകൻ, മകൻ്റെ മകൻ്റെ മകൻ, അങ്ങനെ പരമ്പരയായിട്ട് ഇതിൻ്റെ പ്രതിഫലം പോകും. പിന്നെയോ ചൊല്ലി എനിക്ക് മാത്രമല്ല, എൻ്റെ വാപ്പ, എൻ്റെ വാപ്പാടെ വാപ്പ, എൻ്റെ വാപ്പാടെ വാപ്പാടെ വാപ്പ, അങ്ങനെ പരമ്പരകൾക്ക് പ്രതിഫലം കിട്ടുന്നൊരു സ്വലാത്താണ്. അത്രമാത്രം പ്രതിഫലം ഇതിൽ ഉണ്ട്. മാത്രമല്ല ഇത് നമുക്ക് ദുനിയാവിൽ ആ ഒരു നേട്ടമാണ്. പിന്നെയോ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം? ആശുപത്രിയിലാണ്, ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ പല അപകടങ്ങൾ പറ്റി നമ്മൾ വീട്ടിൽ കഴിയുകയാണ്. പല പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വീട് ജപ്തിയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. എന്താണ് പ്രശ്നം, എന്താ പ്രയാസം? ഉസ്താദേ, ഞാൻ പലിശക്ക് പൈസ എടുത്തുപോയി. എനിക്ക് ചെയ്യാൻ പാടില്ലെന്നറിയാം, പക്ഷേ ഞാൻ ചെയ്തു പോയി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, തല പോകുന്നെന്ന് പറഞ്ഞാലും ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് തല പോകും. സത്യം പറ, അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര സങ്കടം. അതായത് അദ്ദേഹത്തിന് പെട്ടെന്ന് വീടൊന്ന് പണിയേണ്ട അവസ്ഥ വന്നു. കാരണം കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരുപാട് പ്രശ്നം. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വീട് പണിത് മാറാമെന്ന് വിചാരിച്ചു. കുറച്ച് പൈസ ഉണ്ടായി, പക്ഷേ ആ പൈസ കൊണ്ട് തികഞ്ഞില്ല. എന്നിട്ട് കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് കടമെടുത്തു എന്ന് പറഞ്ഞാൽ പലിശക്ക് പൈസ എടുത്തു, ലോൺ എടുത്തു. അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നത്തിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുകയാണ്. ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നവും മാറിയിട്ടില്ല, ഇപ്പോൾ കടവുമായി, പലിശയുമായി. അതായത് ഓരോ മാസവും 22,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി അടക്കണം. അങ്ങനെ 1-2 മാസമല്ല, 6 വർഷം അടക്കണം. 6 വർഷം 22,000 രൂപ ഓരോ മാസവും അടക്കണം. എന്ത് പലിശ ഇനത്തിൽ ഉള്ള പൈസയാണ്. ഉസ്താദേ പൈസ അടക്കുന്നതല്ല, മനസ്സമാധാനമില്ല. എവിടെ ചെന്നാലും പൈസ അടക്കണമല്ലോ, പൈസ, അങ്ങനത്തെ ഒരു ചിന്തയാണ്. ഇങ്ങനെ എത്രയോ ആ സഹോദരൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ പെട്ടുപോയ സന്ദർഭങ്ങളുണ്ട്, കുടുങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ കള്ളക്കേസുകൾ വന്നിട്ട് കുടുങ്ങിപ്പോയി. ഇങ്ങനെ ഒരുപാട് നീറുന്ന 100 പ്രശ്നങ്ങളുള്ളവരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഓരോ ആളുകൾക്കുമുള്ള പ്രശ്നമല്ല മറ്റൊരാൾക്കുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സ്വലാത്ത് മഹത്തുക്കളായ ഇമാമുമാർ ചൊല്ലിയ സ്വലാത്താണ്.
ഔലിയാക്കന്മാർ ചൊല്ലിയ സ്വലാത്താണ്, ആരിഫീങ്ങൾ ചൊല്ലിയ സ്വലാത്താണ്. മഹാനായ സയ്യിദ് അഹ്മദ് ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നമുക്ക് ഇജാസത്ത് തരുന്നൊരു സ്വലാത്താണ്. മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ അടുക്കലേക്ക് ഹാളിറാകുന്നു. ഹാളിറായി നബിതങ്ങൾ വന്ന് നമുക്ക് എന്താണ് കെലിമ ചൊല്ലി തരുന്നു. നബിതങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നല്ല ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള അവസരം കിട്ടുന്നു. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ സ്വലാത്ത് 300 വട്ടം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നു. അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലാഹു തആല പറിച്ചു മാറ്റുന്നു. പറിച്ചു മാറ്റുന്നു, എടുത്തു മാറ്റുന്നു, പറിച്ചു മാറ്റുന്നു. നമ്മുടെ വ്യത്യാസമുണ്ട്. വേരോടെ പിഴുതുന്നു, പിന്നെ ആ പ്രയാസം വരൂല എന്നാണ്. അപ്പൊ ചൊല്ലുമ്പോൾ ആ ഈമാനോട് ചെല്ലണം. അത്രമാത്രം ഒരുപാട് പ്രതിഫലങ്ങൾ, ഇപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേട്ടങ്ങൾ കിട്ടുന്ന സ്വലാത്ത്. നമ്മൾ സാധാരണ മാസത്തിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇങ്ങനെയുള്ള നേട്ടം കിട്ടുമെങ്കിൽ റമദാനിലാണ് ഈ സ്വലാത്ത് പറയുന്നതെങ്കിൽ ഒരുപാട് പ്രതിഫലമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ഏതാണ് ആ സ്വലാത്ത്? നമുക്കൊന്ന് ചൊല്ലിയാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഉസ്താദേ, ഈ സ്വലാത്ത് ഞങ്ങൾക്ക് അറിയാം. ഇത് ഉസ്താദ് പറഞ്ഞ സ്വലാത്തല്ലേ? ആയിക്കോട്ടെ, ഇതറിയാവുന്ന സ്വലാത്താണെങ്കിൽ എത്ര വട്ടം ചൊല്ലിയിട്ടുണ്ട് നമ്മൾ? എല്ലാം അറിയാം. എന്ത് പറഞ്ഞാലേ ഇതൊക്കെ അറിയാം. പക്ഷെ അറിയാം, എത്ര പേര് അമൽ ചെയ്യുന്നു? അതാണ് ഇവിടെ പ്രശ്നം. അറിയലല്ല, ആ അറിയുന്നത് കൊണ്ട് അമൽ ചെയ്യലാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യം ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഒന്ന്, അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകൻ, അല്ലെ, സന്താനങ്ങൾ. രണ്ടാമത്തെ അവൻ ചെയ്ത സ്വതക്ക, ജാരിയായ സ്വതക്ക. മൂന്നാമത്തേത് എന്താണെന്നറിയോ? അവൻ പഠിച്ച് അമൽ ചെയ്ത അവൻ്റെ അറിവുകളാണ്. അതായത് നിസ്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഞാൻ ഖുർആൻ ഓതുന്നില്ല, നിസ്കരിക്കുന്നില്ല എങ്കിൽ എനിക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല ദുനിയാവിലും ആഖിറത്തിലും. ഒരുപാട് സ്വലാത്ത് അറിയാം. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഇതൊക്കെ ഞങ്ങൾക്ക് മനപ്പാടമുണ്ട്. പക്ഷെ അത് ചൊല്ലുന്നുണ്ടോ? അവിടെ പ്രശ്നം. ചൊല്ലുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് കൊണ്ട് ഗുണമുണ്ട്. ചൊല്ലുന്നില്ല, വെറുതെ മനപ്പാടമാക്കി മനസ്സിൽ വെച്ചിട്ടുള്ളൂ എങ്കിൽ അതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ സ്ഥിരമായി ചൊല്ലേണ്ട സ്വലാത്താണ്. ഒന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി അൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒന്നുകൂടി പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി അൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ സയ്യിദിനാ, ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ ഉമ്മിയാണ്. ആ ഉമ്മിയായ ഹബീബിന് നീ അല്ലാഹുവേ ഉന്നതമായ വലിയ സ്ഥാനമുള്ള വണ്ണമായ ഖദറുള്ള ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി നമുക്ക് സ്വലാത്ത് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഒരു 3 വട്ടം ഇപ്പം തന്നെ പറഞ്ഞാലോ? ഇത് 300 വട്ടം പറയണമെന്നാണ്. 300 പറ്റുന്നവർ പറയുക, ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത്രയും സ്വലാത്ത് ചൊല്ലുക. പറഞ്ഞോ, ഒരു 3 വട്ടം നമുക്ക് ഇപ്പം തന്നെ പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി അൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി അൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി അൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇതിന്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ്. ഇത് നമ്മൾ ആരെ കുറ്റം പറഞ്ഞാലും ആരെ നമ്മൾ ഉപദ്രവിച്ചാലും നാളെ ആഖിറത്ത് ചെല്ലുമ്പോൾ ഈ സ്വലാത്തിന്റെ പ്രതിഫലം ആർക്കും കൊടുക്കേണ്ടി വരില്ല. അതുകൊണ്ടായിരിക്കാം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കേണ്ടി വരിക. അപ്പം അതുകൊണ്ട് ഈ സ്വലാത്ത്, ഇതല്ല നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ടല്ലോ. അപ്പോൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. റമദാനാണ്, റമദാനിൽ സ്വലാത്താണോ ചൊല്ലേണ്ടത്? വേറെ ദിക്റുകളും ദുആയൊക്കെ അല്ലേ? ആയിക്കോട്ടെ, ദിക്റുകളും ദുആകളും ഒക്കെ അധികരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചൊല്ലേണ്ട, പ്രത്യേകിച്ച് റമദാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്, നാളെ വെള്ളിയാഴ്ച പകലാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് മറന്നു പോവണ്ട. ഇനി പലരും പറയുന്നുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറയാത്ത ആരുമില്ലല്ലോ,
ആരെ കണ്ട് നമ്മൾ പറഞ്ഞാലും അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്തുണ്ട് വിശേഷം, അൽഹംദുലില്ലാഹ് റാഹത്താണ് ഉസ്താദേ, പ്രത്യേകം ദുആ വെക്കണേ പിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ജീവിതത്തിൽ പ്രയാസമാണ് പിന്നെ പറയുക. അതായത് കടമാണ്, അല്ലെങ്കിൽ മക്കളുടെ വിഷയം ബന്ധപ്പെട്ട്. ഇപ്പോൾ പല സഹോദരന്മാരും പറഞ്ഞു മോളുടെ വിഷയം, മോളുടെ കുടുംബത്തിൻ്റെ ചില പ്രശ്നമുണ്ട്, അതായത് ഈ തൊലാഖുമായി ബന്ധപ്പെട്ട്, കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസ്, അതുപോലെ എന്താ പറഞ്ഞുള്ള കച്ചവടത്തിൻ്റെ കാര്യം, ബിസിനസ്സിൻ്റെ കാര്യം, അതുപോലെ ഗൾഫിൽ മോനുണ്ട് അല്ലെങ്കിൽ മോളുണ്ട്, അവരുടെ പ്രയാസം, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ഇങ്ങനെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. പലർക്കും പൈസ കിട്ടാനുണ്ട്, കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ സ്വലാത്ത്, ഇപ്പോൾ പറഞ്ഞ സ്വലാത്ത് അതൊരു രക്ഷയാണ്. അതല്ലാതെ ഈ റമദാനിൽ ഇനിയുള്ള ദിവസം, പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ കടക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് റമദാനിൻ്റെ അവസാനത്തെ 10 പ്രത്യേകമായി നമ്മൾ അധികരിപ്പിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദുആയുണ്ട്. ദുആ ഇപ്പം നമ്മൾ റമദാനിൻ്റെ 1 മുതൽ 30 വരെ ഏതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതുകൂടാതെ റമദാനിൻ്റെ ഇപ്പോൾ 2ാമത്തെ 10 ഇന്ന് 2ാമത്തെ 10ന്റെ അവസാനത്തെ രാവാണ്. നാളെ 20ാമത്തെ പകൽ, നാളെ മഗ്രിബിന് മുമ്പ് വരെ നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറയേണ്ട ദുആ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 3ാമത്തെ 10 വന്നാൽ 2 ദുആ ഇൻഷാ അല്ലാഹ് നാളത്തെ പകൽ നമുക്ക് വിശദമായി പറയാം. നാളെ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ നാളെ മഗ്രിബോട് കൂടി നമ്മൾ 3ാമത്തെ 10 കിടക്കും. അപ്പോൾ 3ാമത്തെ 10 പറയേണ്ട 2 പ്രധാനപ്പെട്ട ദുആ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് 2ാമത്തെ 10 അവസാനിക്കുന്നു, 3ാമത്തെ 10 കടന്നു വരുന്നു. ഈ ഒരു സമയത്തൊക്കെ ഇനി വരുന്ന 3ാമത്തെ 10ന്റെ പ്രധാനപ്പെട്ട ദിനങ്ങൾ അല്ലെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ഒരുപാട് കണ്ട് പറയേണ്ട ഒരു ദുആയുണ്ട്. ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയാവുന്ന ദുആയായിരിക്കും, അല്ല അറിയില്ല എങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ എന്താണ് ബുക്കിലേക്ക് എഴുതി വെച്ചോ. എന്തായാലും ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഈ ദുആ പറയണം. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. ഉസ്താദ് ഇത് വല്ലാത്ത വാക്കുകളാണല്ലോ. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അർത്ഥം കേൾക്കണോ? അല്ലാഹുവേ ഇന്നി നിശ്ചയമായും ഞാൻ അഊദു ബിക നിന്നോട് കാവൽ ചോദിക്കുന്നു. 4 കാര്യമാണ് കാവൽ ചോദിക്കുന്ന 4 കാര്യം. 1 മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ അനുഗ്രഹം, ഒരുപാട് നിഅമത്ത് നീ തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ, എൻ്റെ കച്ചവടം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വാഹനം, ഇതൊക്കെ നീ തന്നിട്ടുള്ള നിഅമത്താണ്. എൻ്റെ ആരോഗ്യം നിഅമത്താണ്. അല്ലാഹുവേ നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോകുന്നൊരവസ്ഥ അത് നീ വരുത്തരുതേ. പിന്നെ ചോദിക്കുന്നു വതഹവ്വുലി ആഫിയതിക, നീ എനിക്ക് ഒരുപാട് ആരോഗ്യം തന്നിട്ടുണ്ട്, സൗഖ്യം തന്നിട്ടുണ്ട്. ആ സൗഖ്യം നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ അത് നീ വരുത്തല്ലേ. പെട്ടെന്ന് രോഗിയായി പോകുന്ന അവസ്ഥ അത് വരുത്തല്ലേ അല്ലാ. 3ാമത് ചോദിക്കും വഫുജാഅത്തി നിഖ്മതിക, പെട്ടെന്നുള്ള ശിക്ഷകൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കച്ചവടം താറുമാറായി പോകുന്ന അവസ്ഥ, പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചും അല്ലാഹുവേ നീ എന്ത് തരരുത്, പെട്ടെന്നുള്ള ശിക്ഷകൾ വന്നു ചേരുന്നതിനെ തൊട്ട് കാക്കണം. വജമീഇ സഖതിക, അല്ലാഹുവേ നിന്റെ എല്ലാ കോപം, ആ കോപത്തെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു. ഇങ്ങനെ 4 കാര്യമാണ് നമ്മൾ ഈ ദുആയിൽ ചോദിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം ചോദിച്ചിട്ടുള്ള ദുആയാണ്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹു തആല ഈ ദുആ നല്ല രൂപത്തിൽ നമുക്ക് പഠിച്ച് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാനുള്ള തൗഫീഖ് പടച്ചോൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ച രാവാൻ സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്റുകൾ പരമാവധി പറയുക. ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഖത്തമൊക്കെ ഓതുന്നുണ്ട് അൽഹംദുലില്ലാ. സൂറത്തുൽ ഗിന അല്ലേ, സൂറത്തുൽ ഗിനയെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സൂറത്തുൽ വാഖിയയെ പറ്റി, സൂറത്തുൽ വാഖിയ, സൂറത്ത് യാസീൻ വെള്ളിയാഴ്ച രാവാണ്. സൂറത്ത് ദഹർ, സൂറത്ത് സജദ, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ കഹ്ഫ്, അറിയാവുന്ന സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യുക. നല്ലതുപോലെ ദുആ ചെയ്യാം. വെള്ളിയാഴ്ച രാവാണ്,
നല്ല ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നല്ല രൂപത്തിൽ ദുആരക എല്ലാ പ്രയാസങ്ങളും മാറാൻ, എല്ലാ പ്രശ്നങ്ങളും മാറാൻ, എല്ലാ ഖൈറാത്തുകളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാനൊക്കെ നമ്മൾ പ്രത്യേകം കരുതി നമ്മൾ ദുആരക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹു തആല എല്ലാ ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ, ഒരുപാട് പ്രയാസം, പ്രശ്നം, സങ്കടം, ദുഃഖമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു, പലരുടെയും കഴിഞ്ഞു, ഇനിയും പരീക്ഷകളൊക്കെ വരുന്നു, നടക്കുന്നു. അതിലൊക്കെ ഉന്നതമായ വിജയം കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിൽ ആരൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നു എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിലൊക്കെ ദുആരക്കാൻ പറയുന്ന ആരൊക്കെ ഉണ്ട് എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു തആല മാറ്റി നമുക്ക് ജീവിതത്തിൽ ബറക്കത്തും റാഹത്തും തരട്ടെ. ഈ റമദാൻ അനുകൂലമായ സാക്ഷിയാക്കി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് തരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.